So hello all, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഫയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ which defines how files are named, stored and retrieved from a storage device. ഒരു സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്. സോ അതിനകത്ത് നമ്മൾ ഫയൽ എങ്ങനെ നെയിം ചെയ്തിട്ടുണ്ട്, അതേപോലെ അതിനകത്ത് നമ്മൾ ഫയൽസ് എങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ ഫയൽസ് എങ്ങനെ സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് റിട്രീവ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഈ ഫയൽ സിസ്റ്റത്തിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫയൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ ഇന്റർഫേസസ് അബ്സ്ട്രാക്ഷൻസ് ആൻഡ് API that work together to manage any type of file on any type of storage device in a consistent manner. So file system എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇന്റർഫേസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് APIs അബ്സ്ട്രാക്ഷൻസ് ഒക്കെയാണ് ഒരു ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റോറേജ് ഡിവൈസസിനകത്തുള്ള ഏതൊരു ടൈപ്പ് ഓഫ് ഫയൽ സിസ്റ്റത്തിനെയും മാനേജ് ചെയ്യും, അതും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാനറിൽ. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ഡിവൈസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്തുനിന്ന് ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫയൽ സിസ്റ്റത്തിനെ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്റ്റോറേജ് ഡിവൈസസ് നിന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഫയലിനെ ലോഡ് ചെയ്യുന്നതിനായിട്ട്. Okay, so every time you open a file on your computer and a smart device, your file system uses it. Your operating system uses it file system internally to load the storage devices. Okay. When people talk about the file system, there might refers to different aspects of a file system depending on the context. Okay. സോ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഫയൽ സിസ്റ്റം വേണം എന്ന് പറയുന്നത്? ഓക്കെ, വിത്തൗട്ട് എ ഫയൽ സിസ്റ്റം ദ സ്റ്റോറേജ് ഡിവൈസ് വുഡ് കണ്ടെയ്ൻ എ ബിഗ് ചങ്ക് ഓഫ് ഡേറ്റ. അപ്പൊ ഫയൽ സിസ്റ്റം ഇല്ലാതെ നമ്മൾ ഡേറ്റാസ് ചുമ്മാ ഒരു ബിഗ് പൈൽസ് ഓഫ് ഡേറ്റാസ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ടായിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അപ്പൊ നമുക്കത് റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും അല്ലായിരിക്കും ഡേറ്റാസ് അതിനകത്ത് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫയൽ സിസ്റ്റം നമുക്ക് വേണം. സോ വിച്ച് ഈസ് നമ്മൾക്ക് ഈ ഒരു ഫയൽ സിസ്റ്റം ഇല്ലാത്തൊരു സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇക്വലന്റ് ടു യൂസ്ലെസ് ഇലക്ട്രോണിക് ഡിവൈസ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഫയൽ സിസ്റ്റം ഇല്ലാതെ വെറുതെ നമ്മൾ ഡേറ്റാസ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ ഒരു നമുക്ക് ഈസിലി റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ഇരിക്കുന്നത്. അപ്പം ഈസിലി നമുക്ക് അതിന്റെ ഡേറ്റാസ് റിട്രീവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, പിന്നെയുള്ള ഫയൽ സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്പേസ് മാനേജ്മെന്റ് ഉണ്ടാവും, അതേപോലെ മെറ്റാ ഡേറ്റ, അതേപോലെ തന്നെ ഡേറ്റ എൻക്രിപ്ഷൻ, ദെൻ ഫയൽ ആക്സസ് കൺട്രോൾ ആൻഡ് ഡേറ്റ ഇന്റഗ്രിറ്റി. ഇതെല്ലാമാണ് നമുക്ക് ഈ ഒരു ഫയൽ സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ. എന്തൊക്കെയാണ്? സ്പേസ് മാനേജ്മെന്റ്, മെറ്റാ ഡേറ്റ, ഡേറ്റ എൻക്രിപ്ഷൻ, ഫയൽ ആക്സസ് കൺട്രോൾ ആൻഡ് ഡേറ്റ ഇന്റഗ്രിറ്റി. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടീഷനിങ് എന്ന് പറയും. സോ വാട്ട് ഈസ് പാർട്ടീഷനിങ്? എന്താണ് പാർട്ടീഷനിങ് എന്ന് പറയുന്നത്? ഓക്കെ, so storage devices must be partitioned and formatted before the first use. So storage devices നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോറേജ് ഡിവൈസസ് പാർട്ടീഷൻ ചെയ്യണം, അതേപോലെ തന്നെ എന്തായിരിക്കും നമ്മൾ ഫോർമാറ്റ് ചെയ്യണം ബിഫോർ ദി ഫസ്റ്റ് യൂസ്. സോ പാർട്ടീഷനിങ് യൂഷ്വലി എന്തായിരിക്കും? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്നാണ് പാർട്ടീഷനിങ്ങിന്റെ അർത്ഥം. ഓക്കെ, നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസിനെ ലോജിക്കൽ ആയിട്ടുള്ള റീജിയൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോജിക്കൽ ആയിട്ടുള്ള റീജിയൻസ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യും. എന്നിട്ട് ഈ പാർട്ടീഷൻ ചെയ്ത ലോജിക്കൽ റീജിയൻസിനെ നമ്മൾ സെപ്പറേറ്റ് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് മാനേജ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയാണ് ഈ പാർട്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് യൂഷ്വലി ഈ പാർട്ടീഷൻ ചെയ്യുന്നത് ഡൺ ബൈ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിസ്ക് മാനേജ്മെന്റ് ടൂൾ ആണ് ഈ ഒരു പാർട്ടീഷൻ യൂഷ്വലി ചെയ്യുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു സ്റ്റോറേജ് ഡിവൈസസിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു പാർട്ടീഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ടീഷൻസോ കാണും. Okay, some operating systems like Windows assign a drive letter ABCD to the partition. So Windows nataki partitioning namukku ABCD letters വെച്ചിട്ട് നമുക്ക് പാർട്ടീഷൻ എന്താ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ യുണിക്സ് nataki ആണെങ്കിൽ നമ്മൾ ഡയറക്ടറീസ് ആയിരിക്കും യൂസ് ചെയ്യുന്ന പാർട്ടീഷൻസിന് വേണ്ടിയിട്ട്. സോ പാർട്ടീഷനിങ് സ്കീംസ് ഉണ്ട്. അതിലൊന്നാണ് MBR സ്കീം എന്ന് പറയുന്നത്.
MBR scheme means master boot record scheme. So master boot record scheme എന്ന് പറയുന്നത് which is a part of the BIOS. So BIOS ന്റെ ഒരു പാർട്ടാണ്. ഈ BIOS എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിനെയാണ് BIOS എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് when you are power on the system, അപ്പോൾ അവിടെ എന്തായിരിക്കും റൈറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നതാണ് ഈ ഒരു BIOS എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു MBR പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, MBR പാർട്ടീഷൻ ഡിസ്ക് അതിനകത്ത് ഫസ്റ്റ് സെക്ടർ. MBR പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ആയിട്ടാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് MBR തന്നെയാണ്. സോ അതിന് പാർട്ടീഷനിങ് തുടങ്ങുന്നതിന് മുന്നേ എന്താ, ഓക്കെ, ഫസ്റ്റ് സെക്ടർ MBR ആണ്. ഓക്കെ, സോ അതിനകത്ത് എസെൻഷ്യൽ ഡേറ്റാസ് ടു ബൂട്ട് അപ്പ് ദ സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിനെ ബൂട്ടപ്പ് ചെയ്യുന്നതിനായിട്ട് എസെൻഷ്യൽ ആയിട്ട് ഡേറ്റാസ് ഈ ഒരു ഫസ്റ്റ് സെക്ടറിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് ബൂട്ട് ലോഡർ, എ സ്മോൾ പീസ് ഓഫ് കോഡ് ദാറ്റ് ദ BIOS എക്സിക്യൂട്ട് ടു ബിഗിൻ ദ സ്റ്റാർട്ടപ്പ്. ബൂട്ട് ലോഡർ, അതേപോലെ പാർട്ടീഷൻ ടേബിൾ വിച്ച് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പാർട്ടീഷൻ. ഈ രണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് സെക്ടറിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ MBR ആഫ്റ്റർ ദി MBR മീൻസ് നമ്മുടെ ഫസ്റ്റ് സെക്ടർ ബിഫോർ ദ ഫസ്റ്റ് പാർട്ടീഷൻ തുടങ്ങുന്നതിന് മുന്നേ ദർ ഇസ് എ സ്മോൾ സ്പേസ് ഒരു സ്മോൾ പേസ് ഉണ്ട്. അതിന്റെ പേരാണ് MBR ഗ്യാപ്പ് എന്ന് പറയുക. സോ ഈ MBR ഗ്യാപ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു പ്ലേസ് അനദർ പീസ് ഓഫ് ബൂട്ട് ലോഡർ പ്രോഗ്രാം. വേറൊരു പീസ് ഓഫ് ബൂട്ട് ലോഡർ പ്രോഗ്രാം നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു MBR പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സെക്ടർ എന്താ പറഞ്ഞത്? MBR എന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സെക്ടർ. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പാർട്ടീഷനിങ് ഉണ്ട്, പാർട്ടീഷൻ 1, പാർട്ടീഷൻ 2, പാർട്ടീഷൻ 3. സോ ഫസ്റ്റ് സെക്ടറിന് ശേഷം MBR പാർട്ടീഷനിങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്, ഇതാണ് നമ്മുടെ MBR ഗ്യാപ്പ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ MBR പാർട്ടീഷനിങ് ഉള്ളത്. ഇനി MBR പാർട്ടീഷനിങ്ങിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. യു കൻ ഓൺലി ഹാവ് അപ് ടു 4 എൻട്രീസ് ഇൻ ദ പ്രൈമറി പാർട്ടീഷൻ ടേബിൾ. സോ പ്രൈമറി പാർട്ടീഷൻ ടേബിളിൽ ഒരു 4 എൻട്രീസ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. 4 എൻട്രീസ് മാത്രമേ പറ്റത്തുള്ളൂ. അത് MBRന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അതിൽ ഒരു പാർട്ടീഷനിൽ ജസ്റ്റ് ലോജിക്കൽ പാർട്ടീഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ലോജിക്കൽ പാർട്ടീഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ലോങ്ങർ ദാൻ TAB ഈ ഒരു സൈസിൽ ഉണ്ടാവുള്ളൂ MBR പാർട്ടീഷൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഗുഡ് പാർട്ടീഷൻ ടേബിൾ. ഓക്കെ, നമുക്ക് MBRന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്യുന്നതിനാണ് ഈ ഗുഡ് പ്രാക്ടീഷണർ സ്കീം എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ MBR എന്ന് പറയുന്നത് BIOS സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇതെന്ന് പറയുന്നത് UEFIയുടെ ബേസിസിലായിരിക്കും ഈ ഒരു ഗുഡ് പാർട്ടീഷനിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് യൂണിഫൈഡ് എക്സ്റ്റെൻഡബിൾ ഫെയർ ഇന്റർഫേസ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, അതിന്റെ പാർട്ടാണ് ഈ ഒരു GPT അല്ലെങ്കിൽ ഗുഡ് പാർട്ടീഷനിങ് ടേബിൾ എന്ന് പറയുന്നത്. ഈ UEFI എന്ന് പറയുന്നത് നമ്മുടെ BIOSന്റെ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഈ ഒരു UEFI എന്ന് പറയുന്നത്. അപ്ഡേറ്റഡ് വേർഷൻ അല്ലെങ്കിൽ മോഡേൺ റീപ്ലേസ്മെന്റ് എന്ന് പറയും ഈ ഒരു UEFI. സോ അതിന്റെ പാർട്ടാണ് ഈ ഒരു GPT എന്ന് പറയുന്നത്. So GPT is gradually replaced by MBR, although MBR is still widely supported across PCs and new ones. So old PCs പുതിയ PCs എല്ലാം ഇപ്പോഴും MBR യൂസ് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ നമ്മുടെ GPT ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും. അതേപോലെ നമ്മുടെ GPT പാർട്ടീഷനിൽ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രൊട്ടക്റ്റീവ് MBR ആണ്. സോ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൊട്ടക്റ്റീവ് MBR ആണ് ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ GPT ടേബിൾ സ്കീം എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ടർ എന്താ? പ്രൊട്ടക്റ്റീവ് MBR ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ പ്രൈമറി GPT ഹെഡർ ആണ്. സോ അതിനകത്ത് entry 1, entry 2, entry 3 and entry 4 ഉണ്ട്. അപ് ടു entry 128 ആണ് പ്രൈമറി GPTക്കകത്ത് വരുന്നത്. പിന്നീടാണ് പാർട്ടീഷനിങ് വരുന്നത്. അത് കഴിയുമ്പോഴാണ് സെക്കൻഡറി GPT വരിക. അത് കഴിയുമ്പോൾ സെക്കൻഡറി GPT ഹെഡ്. സോ ഇതാണ് നമ്മുടെ GPT ടേബിൾ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെക്ടർ കഴിഞ്ഞു. ഫസ്റ്റ് സെക്ടർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വന്നേക്കുന്നത്? GPT ഹെഡ്. അത് കഴിയുമ്പോഴത്തേക്കും GPT ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ GPT ഹെഡ്. പറഞ്ഞില്ലേ, പ്രൈമറി ഹെഡർ പിന്നെ പാർട്ടീഷൻ സ്കീമുകളും വരുന്നു. In GPT, all the booting services like dedicated partition called EFE system partition.
ഈ GPT-ക്കകത്ത് എല്ലാ ബൂട്ടിംഗ് സർവീസുകളും ഡെഡിക്കേറ്റഡ് പാർട്ടീഷനിലാണ് ലീവ് ചെയ്യുന്നത്. ആ ഡെഡിക്കേറ്റഡ് പാർട്ടീഷനിങ് നമ്മൾ EFI സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ EFI സിസ്റ്റം പാർട്ടീഷനിങ്, അല്ലെങ്കിൽ ESP എന്ന് പറയും. Okay, the GPT entries and GPT header are backed up at the end of the storage device so that they can be recovered if the primary copy gets corrupted. ഈ GPT എൻട്രീസ് അതുപോലെ GPT ഹെഡറുകളും എല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറേജ് ഡിവൈസസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രൈമറി കോപ്പി കറപ്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ റീകവർ ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കപ്പ് ആകുന്നത് കൊണ്ട്. സോ ആ ഒരു ബാക്കപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി GPT. നമ്മൾ ലാസ്റ്റ് സെക്കൻഡറി GPT കണ്ടില്ലേ? സോ ഈ ഹെഡറും എൻട്രീസും എല്ലാം ബാക്കപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സെക്കൻഡറി GPT-യിലേക്ക്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കറപ്ഷൻസോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഈസിലി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഫയൽ സിസ്റ്റമും സ്കീമും. Okay, architecture of file system. File system installed on an operating system consists of 3 layers. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയൽ സിസ്റ്റത്തിനകത്ത് മൂന്ന് ലെയേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് എന്താ, ഫിസിക്കൽ ഫയൽ സിസ്റ്റം PFS, പിന്നെ വെർച്വൽ ഫയൽ സിസ്റ്റം BFS, അത് കഴിഞ്ഞ് ലോജിക്കൽ ഫയൽ സിസ്റ്റം LFS. ഈ 3 ലെയേഴ്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫയൽ സിസ്റ്റത്തിനകത്ത് ഉള്ളത്. ഫിസിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ കോൺക്രീറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എ ഫയൽ സിസ്റ്റം. സോ നമ്മുടെ ഫയൽ സിസ്റ്റത്തിന്റെ കോൺക്രീറ്റ് ഇംപ്ലിമെന്റേഷനെയാണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ആൻഡ് സ്പേസ് മാനേജ്മെന്റ് ഓൺ ദ സ്റ്റോറേജ് ഡിവൈസ്. ഇതിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റ റിട്രീവ് ചെയ്യുക, അതേപോലെ സ്പേസ് മാനേജ്മെന്റ്, ഇതെല്ലാം ഈ ഒരു ഫിസിക്കൽ ഫയൽ സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. And which is interacted with the storage hardware via the device drivers. Virtual file system എന്ന് പറയുമ്പോഴത്തേക്കും virtual file system provides the consistent view of various file systems mounted on the same operating system. നമ്മുടെ സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൗണ്ട് ചെയ്തിട്ടുള്ള വേരിയസ് ഫയൽ സിസ്റ്റത്തിന്റെ ഒരു കൺസിസ്റ്റന്റ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മുടെ BFS എന്ന് പറയുന്നത്. സോ നമ്മുടെ യൂസറും അതേപോലെ തന്നെ അണ്ടർലൈൻ ഫയൽ സിസ്റ്റം തമ്മിൽ ഒരു കൺവീനിയന്റ് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു കൺവീനിയന്റ് ലെയറിനെയാണ് നമ്മൾ BFS എന്ന് പറയുന്നത്. ഓക്കെ, സോ VFS ഡിഫൈൻസ് എ കോൺട്രാക്ട്. ഈ VFS എന്താ, ഒരു ചില റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ബൈ ദി ഷുഡ് ബി ഫോളോഡ് ബൈ ദ ഫിസിക്കൽ ഫയൽ സിസ്റ്റം. ഓക്കെ, ആൻഡ് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം ടു supported by the operating system. And the file system driver is used to adhere to BFS rules of every file system. So നമ്മുടെ ഫയൽ സിസ്റ്റം ഡ്രൈവറും അതുപോലെ ഫിസിക്കൽ സിസ്റ്റവും ഈ ഒരു റൂൾസിനെ ഷുഡ് ഒബേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് ലോജിക്കൽ ഫയൽ സിസ്റ്റം. Although VFS is responsible for providing the standard interface between the programs and the various file systems, computer programs don't interact with VFS directly. So നമ്മൾ പറഞ്ഞു നേരത്തെ യൂസറും പ്രോഗ്രാംസും നമ്മളൊരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആൻഡ് വേരിയസ് ഫയൽ സിസ്റ്റംസ് ആയിട്ട് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും VFS-ഉമായിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇന്ററാക്ട് ചെയ്യുന്നതിനായിട്ട് എന്താ, ഒരു API യൂസ് ചെയ്തിട്ട് interact ചെയ്യത്തുള്ളൂ. So logical file system is the user facing part of the system which provides an API to enable user program to perform various file operations. So logical file system എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റത്തിന്റെ ഒരു യൂസർ ഫേസിംഗ് പാർട്ടാണ് ആൻഡ് വിച്ച് പ്രൊവൈഡ്സ് ദി APIs. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? യൂസർ പ്രോഗ്രാംസിന് വേരിയസ് ഫയൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ഫയൽ സിസ്റ്റം എന്താന്ന് പഠിച്ചു, അതിന്റെ യൂസ് എന്താന്ന് പഠിച്ചു, ആൻഡ് സം ഓഫ് ദി സ്കീംസ്, പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചർ 3 എണ്ണം. ഓക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ ഇത്രേ ഉള്ളൂ. സോ താങ്ക് യു.